എക്സ്പെക്ടേഷൻസ് പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല. റിയൽ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്ത് ടാർഗറ്റ് ഇതാണ്, നമ്മൾ ഇത്രയും റിക്കവറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ഫാക്ട് ആയിട്ട് പറഞ്ഞ് എങ്കിൽ നമുക്ക് ഫലപ്രദമായ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പേഷ്യൻസ് അത് സ്വീകരിക്കുന്നു. അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഈ എനർജി ബേസ്ഡ് ഡിവൈസിനൊപ്പം ഫങ്ഷൻസ് റിസ്റ്റോർ ചെയ്യാനായിട്ട് PRP തെറാപ്പിയും കൊടുക്കാം. PRPയുടെ ഗുണം ഏർലി സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ഒരു മധ്യ പോർഷൻ മോഡറേറ്റ് വരെ ഉള്ള സ്ട്രെസ് ഇൻകോണ്ടിനൻസിന്, അർജ് ഇൻകോണ്ടിനൻസിന്, കപ്പാസിറ്റി ഓഫ് ബ്ലാഡർ കുറഞ്ഞിട്ട് ഓവർ ആക്റ്റീവ് ബ്ലാഡർ സിൻഡ്രോം എന്നുള്ള കണ്ടീഷൻസ് ആയിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റം, അപ്പൊ അത് ഗൈനക്കോളജിസ്റ്റിനെ മാത്രമല്ല ഫിസിഷ്യനെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് കാണും, യൂറോളജിസ്റ്റിനെ കാണുന്ന ഒരുപാട് പേഷ്യൻസ് കാണും. പെട്ടെന്ന് മൂത്രം പോകുന്നു, മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, അറിയാണ്ട് മൂത്രം പോകുന്നു, ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടറെ, ഞങ്ങൾക്ക് ആ മൂത്രം പോയി എന്ന് പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് PRPയും പ്ലാസ്മ തെറാപ്പി. അതായത് അത് ഓൾട്ടർനേറ്റ് ചെയ്താൽ കൊടുക്കുന്നത്. ഈ ആഴ്ച നമ്മൾ PRP കൊടുക്കുകയാണെങ്കിൽ ഒരു 10 to 15 days ഗ്യാപ്പിൽ അടുത്ത പ്ലാസ്മ തെറാപ്പി കൊടുക്കും. വീണ്ടും നമ്മൾ അടുത്ത സെഷൻ PRP, അങ്ങനെ PRP 3 സെഷൻസ്, പ്ലാസ്മ തെറാപ്പി ഒരു 3 സെഷൻസ്. ഒരു 90-95% ആൾക്കാരും 100% ബെനിഫിറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസിന് ഡുലോക്സിറ്റിന് ഒരു മരുന്ന് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ സിവിയർ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസേ ഉള്ളൂ. ആ പ്രാക്ടിക്കൽ ഇപ്പൊ അൺറിയലിസ്റ്റിക്